അപ്പോൾ ബ്രസീലിയൻ തിപ്പല്ലിയൊക്കെ നമ്മൾ നട്ടു പിടിച്ചിട്ടുണ്ട്. ഇനി മറ്റേ നമുക്ക് വേര് പിടിച്ചിട്ട് കാണാം. എത്ര സന്തോഷത്തോടെയും എത്ര താല്പര്യത്തോടെയൊക്കെ നട്ടു നനച്ച് വളർത്തിയുണ്ടാക്കുന്ന കുരുമുളക് വള്ളിയാണെന്ന്. മറ്റൊരു കൃഷിക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ വളർത്തി വരികയായിരുന്നു. തോട്ടം മുഴുവൻ കുരുമുളകായിട്ട് വളർത്തി വരികയായിരുന്നു. എന്നുള്ള വരുമാനം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-10 കാലോളം കേടുവന്നു പോയി. ഇപ്രാവശ്യം അതിലേറെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കേടുവന്നു പോയി. അപ്പോൾ ഈ മഴ കൂടുതലില്ലെങ്കിലും മഴ ഇങ്ങനെ പാതി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ കൂടുതലായിട്ട് ഈർപ്പം വന്നിട്ട് അത് വേരുചീച്ചിൽ വരുന്നതാണ് ഇതിന് കാരണം. അതിനിപ്പോൾ നമ്മളെക്കൊണ്ട് തടയാനൊന്നും കഴിയില്ല. പിന്നെ ഉയർന്ന പ്രദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വെള്ളമൊക്കെ ഒലിച്ചു പോകും. പക്ഷേ ഇതങ്ങനെയല്ല. മഴ ഇങ്ങനെ തുടർന്നിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വെയിലില്ലാതെ പെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയും വെച്ചാൽ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക എന്ന് കരുതിയിട്ട് നമ്മൾ പിന്മാറാനൊന്നും നോക്കുന്നില്ല. നമ്മളിതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടമുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇനി ഇതൊക്കെയാണ് ഇപ്പോൾ ബാക്കിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത വർഷം എന്താ ആവുക എന്നറിയില്ല. ഇനി ഈ വർഷം തന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്നും അറിയില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിങ്ങനെ നശിച്ചു പോകുന്നതുകൊണ്ട് ബ്രസീലിയൻ തിപ്പല്ലിയിലാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ബ്രസീലിയൻ തിപ്പല്ലിക്ക് ഒരു പ്രശ്നമുണ്ട്. മഴക്കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ വേനൽക്കാലത്ത് ദിവസേന നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ദോഷം ചെയ്യും. അതിന് ദിവസേന നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം. അല്ലാത്ത പക്ഷം ഉണങ്ങിപ്പോവാനും എല്ലാത്തിനും സാധ്യതയുണ്ട്. എന്നാൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്നതന്നെയാണ് നല്ലത് എന്ന ഉദ്ദേശമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-8 കാലോളം പോയി. ഇപ്രാവശ്യം തോട്ടത്തിലെ മുഴുവൻ കാലം പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വളർത്തി വലുതാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാട്ടരോഗം വരുമ്പോൾ ഒരു വല്ലാത്തൊരു വേദന തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബ്രസീലിയൻ തിപ്പല്ലിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രസീലിയൻ തിപ്പല്ലിയൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കാട് കെട്ടി വളർന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാട് കെട്ടി വളർന്നിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മളെ കുളത്തിലെ വെള്ളമൊക്കെ ഇങ്ങോട്ടാണ് പോരാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഈർപ്പം കൂടുതലായതുകൊണ്ടാണ് ഇതിങ്ങനെ കാട് കെട്ടി വളർത്തുന്നത്. ഇത് ഈ തണ്ടൽക്കാട് പോലെ, ചതുപ്പ് നിലങ്ങളിൽ തണ്ടൽക്കാട് പോലെ വളർന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് വെള്ളം വേനൽക്കാലത്ത്, അരണ്ട വേനൽക്കാലത്ത് നശിച്ചു പോകുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കുരുമുളക് ചെയ്യാനൊരു മടി. അപ്പോൾ കുരുമുളക് ഇങ്ങനെ ചീച്ചിൽ വന്ന് നശിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് തന്നെ മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്രസീലിയൻ തിപ്പല്ലി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രസീലിയൻ തിപ്പല്ലിക്ക് വേണ്ടിയിട്ട് നടക്കൊന്നും വേണ്ട, നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പ് മുറിച്ച് നമ്മൾ ആദ്യം വേര് പിടിപ്പിക്കണം. കമ്പ് മുറിച്ച് ആദ്യം വേര് പിടിപ്പിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളതിൽ തിപ്പല്ലി നടാൻ പോകുന്നത്, കുരുമുളക്. അപ്പോൾ അതാണ് ഇനിയുള്ള വർക്കിംഗ് അതാണ്. അത് കുറ്റി കുരുമുളകായാലും മറ്റേത് കുരുമുളകായാലും നമ്മൾ ഇതിലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബ്രസീലിയൻ തിപ്പല്ലി ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല രീതിയിൽ തിപ്പല്ലി വരുന്നുണ്ട്. ഇത് ഉപയോഗമാണോ എന്നറിയില്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കമ്പ് കുറച്ച് നടാനുള്ള ശ്രമത്തിലാണ് നമ്മൾ കുരുമുളകിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറച്ച് കമ്പ് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, മറ്റുള്ളതൊക്കെ ഇളയതാണ്. അപ്പോൾ കുറച്ച് കമ്പൊക്കെ ഇങ്ങനെ മൂപ്പ് വന്നെങ്കിലേ ഇപ്പം നമ്മൾ ഇത് വേര് പിടിക്കുള്ളൂ. വേര് നല്ല രീതിയിൽ പിടിക്കുന്നൊരു തന്നെയാണ് തിപ്പല്ലി. ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിന് വെള്ളം ചെളിയൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മളിങ്ങനെ കമ്പ് നട്ടു കൊടുത്താൽ മതി. 2 കമ്പ് മുകളിലാക്കിയിട്ട് 1 കമ്പ് താഴേക്ക് വയ്ക്കും. പിന്നെ അത് വേര് പിടിച്ചതിൻ്റെ ശേഷം നല്ല നനച്ചു കൊടുക്കണം. നനയൊന്നും കുറവാക്കണ്ട, നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. വേര് പിടിച്ചതിൻ്റെ ശേഷം മാത്രമാണ് നമ്മളത് ഗ്രാഫ്റ്റിങ് തുടങ്ങുക. അപ്പോൾ വാട്ടുരോഗം വന്നാൽ കുരുമുളകിന് യാതൊരു പ്രതിവിധിയും ഇല്ല. അത് പിന്നെ മൂടോടെ നശിച്ചു പോകുക എന്നല്ലാതെ മറ്റൊരു പ്രതിവിധിയും അതിൽ കാണുന്നില്ല. വെള്ളം കൊണ്ട് ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ അതൊരു രോഗമല്ല, അത് കൂടുതലായിട്ട് വെള്ളം നിന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധി ഇതാണ്, തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുക. അതൊക്കെയാണ് അതിനുള്ള പ്രതിവിധി. രണ്ടാമതും നമ്മൾ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുക, തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നല്ലതായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ കുരുമുളകിൻ്റെ വാട്ടരോഗവും അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരമായ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും.
എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ടാൽ തന്നെ ഒരു വിഷമം